ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെഹാസ് ബൈ റെഹ മഹ്ഷിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും സ്കൂൾ തുറന്നു. അപ്പോൾ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്തപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും നമുക്ക് കാണാം. അതിനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പുകയിലുള്ള ഫാൻസിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ മുകളിലത്തെ തട്ടിലോട്ട് പോവാം. ഇവിടെയാണ് എനിക്ക് ആവശ്യമായ സാധനങ്ങളുള്ളത്. അപ്പോൾ ഫസ്റ്റിന് ഞാൻ ബാഗ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ബാഗ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫസ്റ്റ് എനിക്ക് ബാഗിൻ്റെ മോഡലിനൊന്നും ഒരു ഉറപ്പൊന്നും ഇല്ലാതെ പോയതാണ് കേട്ടോ ഞാൻ. കാരണം ഏത് വേണമെന്ന് ഉറപ്പില്ലാതെ അങ്ങനെ ഞാൻ പോയി. അങ്ങനെ ഓരോ ബാഗുകളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടോ. അങ്ങനെ എൻ്റെ പിങ്ക് കളർ, അത് ഞാൻ പിങ്കൊന്നും മേടിക്കേണ്ടതെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ബാഗ് കാണുമ്പോൾ നമുക്ക് കളറും ഒന്നും നോക്കുന്നില്ല, നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ അത് നോക്കാം കേട്ടോ. അങ്ങനെ ബ്ലാക്കും ബ്ലൂവും പിങ്കും പർപ്പിളും അങ്ങനെ വൈറ്റും ഗ്രീനും ഒക്കെ ഇങ്ങനെ റെഡൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ബാഗുകൾ. അടിപൊളി, അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻസൊക്കെ എനിക്ക് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുക്കും മൂലയെന്നൊക്കെ എനിക്ക് ഓരോ ബാഗുകൾ കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. അവിടുത്തെ ബാഗുകളൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ. അങ്ങനെ ബാഗൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഓരോ ബാഗ് എനിക്ക് ഇതാണ് എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് ഒരു കിറ്റിയുടെ ബാഗായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് കിറ്റിയുടെ ബാഗ് മീൻസ് ആ കിറ്റിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ആ ബാഗിൽ. ആ കിറ്റിനെ മാത്രം ഇങ്ങനെ പൊങ്ങി നിന്നിട്ടുള്ള അങ്ങനത്തെ ഒരു മോഡലായിരുന്നു. അതിന് തന്നെ കിറ്റും ഉണ്ടായിരുന്നു, പൗച്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ മേടിച്ചത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ബാഗിനോടൊക്കെ ചെറിയൊരു യോജിപ്പ് തോന്നുന്നുണ്ട്. പിന്നെ ഞാനത് വേണോ വേണ്ടേ, എനിക്ക് വേണമെന്നുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഓരോന്ന്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ബാഗുകൾ. കാണുമ്പോൾ എനിക്കിങ്ങനെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് ഓരോന്ന് കാണുമ്പോൾ. ഏതെടുക്കണം എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ എനിക്കുണ്ട്. പല കളക്ഷൻസ് കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നിനോട് ഇങ്ങനെ സംശയം തോന്നല്ലോ. അങ്ങനെ ചെറുതായിട്ടൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാനിത് ഈ ഒരെണ്ണം കണ്ടപ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിത് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ പൊങ്ങി നിൽക്കുന്ന മോഡൽ ആന എൽസയും പിന്നെ ഈ ഒരു മുമ്പത്തെ ഒരു ആറാന്ന് പറയുന്നത് ഒരു ഷൂസ് ഷേപ്പിലുള്ളൊരു ആറയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു ഗായ്സ്. ഞാൻ ഉദ്ദേശിച്ചൊരു മോഡലാണ്. പിന്നെ ഞാനതെന്തായാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ കയ്യിൽ പിടിച്ചവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. ഈ വേറെ ബാഗുകളൊക്കെ ഉണ്ടോ നോക്കി. ഈ ഒരു കൊറോമി എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് എന്തൊക്കെയോ ഒരു ഇഷ്ടമില്ലായ്മയും തോന്നുന്നുണ്ട്. സ്റ്റോറേജ് ഇല്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു സ്പേസ് ഇല്ലാത്തൊക്കെ പോലെ തോന്നി. അങ്ങനെ ഞാനത് ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഞാൻ വീണ്ടും ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഈ ഒരു ബാഗ് എന്നുള്ളത്. അങ്ങനെ നോക്കി ഫൈനലി ഞാൻ വേറെ ബാഗുകളൊക്കെ നോക്കി. അങ്ങനെ എനിക്ക് ഓരോ ബാഗുകളൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ 2-3 ബാഗുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ 2-3 ബാഗുകളിൽ ഞാനൊരു ബാഗ് എടുത്തു കേട്ടോ ഗൈസ്. അതേതാണെന്നറിയോ? സസ്പെൻസ്, സർപ്രൈസ് ഒന്നും ആക്കണ്ട. അതാണ് ഗൈസ്. ഇപ്പോൾ ചൂണ്ടി നിന്ന് കറക്റ്റ് ആ ഒരു ആന എൽജിക്കുള്ള ആ ബാഗ് തന്നെയാണ്. അതിൻ്റെ തന്നെ വേറെ കുറേ മോഡൽസ് ആ ഒരു ആന എൽജി ഉള്ളതുണ്ട്. ബട്ട് ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ എന്തായാലും ഫൈനലി ഇതന്നെ എടുത്തു ഗൈസ്. അപ്പോൾ അതും മേടിച്ചു. ഇനി ഫൈനലി ആ ബാഗ് ഉറപ്പിച്ചു. അത് ഞാൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരികയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് നമ്മുടെ ആനയും എൽസയും ഇതിൽ ഹൈലൈറ്റായി കാണുന്നുണ്ട്. ഞാനിങ്ങനെ ആനയുടെ എൽസൻ്റെയൊക്കെ വീഡിയോസ് അങ്ങനെ അധികം ഞാൻ കാണാറേ ഇല്ല. ബട്ട് എനിക്ക് അറിയാം വരയ്ക്കുക. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ക്യാരക്ടറിൻ്റെത് ഒന്ന്
പൊങ്ങി നിൽക്കുന്ന അങ്ങനെ പോലെ ഇല്ലേ ഹൈലൈറ്റ് ആയിട്ട്. അപ്പോൾ ഞാനത് എടുത്തു. ഞാനങ്ങനെ കാർട്ടൂൺസും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്കത് വല്ലാതെ യൂട്യൂബിൽ കണ്ട് പരിചയമില്ല. പക്ഷെ എനിക്ക് നല്ലോണം അറിയാം സംഭവങ്ങൾ. ഓരോരുത്തർ പറഞ്ഞു കേട്ടതോ എനിക്ക് ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു പിങ്കിഷ് ബാഗും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഞാൻ അതിന് ഉറപ്പിച്ച് ഇവിടെ ലബോബുവിൻ്റെ ബാഗൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ബാഗുകളൊക്കെ നോക്കുകയാണ്. ഇതൊന്നും എനിക്ക് വലിയതായിട്ട് അങ്ങോട്ട് തൃപ്തിയാകുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഫൈനലി അത് ഉറപ്പിച്ചു ഗൈസ്. ഞാൻ പറഞ്ഞു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടില്ല, ഐ ചൂസ് ദിസ്. അങ്ങനെ ഇതൊരു പർപ്പിൾ ആൻഡ് പിങ്ക് ഒരു ബ്ലൂ അങ്ങനെയൊക്കെ ഒരു തീമിൽ മിക്സഡ് ആയിട്ടുള്ളൊരു ബാഗാണ്. അപ്പോൾ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാൻ മേടിച്ചു. പിന്നെ നമുക്ക് വാട്ടർ ബോട്ടിലൊക്കെ എടുക്കാണ്ടിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഒരു കറിപ്പാത്രം അല്ലെങ്കിൽ സ്നാക്സ് ബോക്സ് അങ്ങനെ എനിക്കുള്ളൊരു സംഭവം അവിടെ കണ്ടു. അപ്പോൾ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ബാഗിന് മാച്ചായിട്ടുള്ള ഏകദേശം ഒരു ഷെയ്ഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും എടുത്തു ഗൈസ്. ഒരു പിങ്ക് ആൻഡ് പർപ്പിളിഷ് കളർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ അതെടുത്തു. അപ്പോൾ അതും സെറ്റായി. ഇനി നമുക്ക് വാട്ടർ ബോട്ടിൽസ് നോക്കാം ഗൈസ്. ഒരുപാട് വാട്ടർ ബോട്ടിലിൻ്റെ കളക്ഷൻ ഉണ്ട്. ഇനി ഞാൻ എൻ്റെ ബാഗിന് മാച്ചായി ഇത് കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ ഓരോ മോഡലുകൾ നോക്കും. എനിക്കിഷ്ടപ്പെട്ട മോഡലിൽ ചെറുത് ഇവിടെ ഇല്ല, വലിയ ബോട്ടിലുകളാണ്. ഇത് റെഡ് കളറാണ്. അപ്പോൾ കളർ എനിക്ക് വേറൊരു കളർ കിട്ടണം എന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കാക്കനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയത് ഗൈസ്. അതുകൊണ്ട് ഇവിടെ ഫുൾ ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, ബോക്സ്, പൗച്ച് അങ്ങനത്തെ ഒക്കെ ഓരോ സംഭവങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്കൂൾ ഷോപ്പിംഗ് ഇവിടെ നിന്ന് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ വിട്ടിരുന്നിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അതിന് ഞാനൊരു 3 ബോട്ടിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും അതുമായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരുന്നത് കേട്ടോ. അതിപ്പോഴും ഉണ്ട്, ബട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കണ്ടേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കളേഴ്സ് കാണുന്നുണ്ട്, ബട്ട് എൻ്റെ ബാഗിന് മാച്ച് ആയതുണ്ടോ, അങ്ങനത്തെ കളർ ഉണ്ടാവും, അപ്പോൾ അങ്ങനത്തെ മോഡലുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ വയലറ്റ് ബോട്ടിലാണ് ഇപ്പം ഞാൻ കണ്ടെത്തിയത്. പക്ഷേ എനിക്ക് ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അത്ര വെള്ളത്തിൻ്റെ ആവശ്യം ഞാൻ അത്രയൊന്നും കുടിക്കില്ല. ചെറിയ ബോട്ടിലത്തെ തന്നെ ഞാൻ ഫുള്ള് കുടിക്കുന്നില്ല. അപ്പോൾ ഇത് കുടിക്കുമോ, അതുകൊണ്ട് മെസ്സി പറഞ്ഞു ഇത്ര വലുതൊന്നും വേണ്ട, ഇത് കുടിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഈ ബോട്ടിലിന് ചെറുതുണ്ടോ തപ്പി, ബട്ട് ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ വേറൊരു മോഡൽ തപ്പുവാണ്. നമുക്ക് വേണ്ടൊരു തരം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി എനിക്കൊന്ന് കിട്ടി. ആ ബ്ലൂ അല്ല കേട്ടോ ഗൈസ്, ബ്ലൂ അല്ല, എൻ്റെ കയ്യിലുള്ളതാണ് അല്ല കേട്ടോ. ഇതിൻ്റെ ചെറുതാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ എൻ്റെ ചെറുതില്ലായിരുന്നു. പിന്നെ നമുക്ക് വേറെ മോഡലിൽ ആ ഒരു വയലറ്റ് ആ ഒരു കളർ ഷെയ്ഡിൽ കിട്ടി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ബോക്സ് ഉണ്ടോ പൗച്ചുണ്ടോ അങ്ങനത്തെ ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലഞ്ച് ബോക്സ് വേണം. അപ്പം മെച്ചറിന് ലഞ്ച് ബോക്സ് വേണ്ട, അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മളെ കയ്യിലുണ്ട് ഓൾറെഡി. അപ്പോൾ പിന്നെ ഞാനത് മേടിച്ചു കൂട്ടുന്നില്ല, ഞാൻ അത് മതി എന്ന് പറഞ്ഞു. പിന്നെ ഈ ബ്ലൂ ഞാനൊരു ബോട്ടിൽ നോക്കി. ആ ബാഗുമ്മലൊരു ബ്ലൂ ഷെയ്ഡും കൂടി ഉണ്ടല്ലോ, ബട്ട് എന്തോ എനിക്കത് അങ്ങോട്ട് തൃപ്തിയായില്ല. അപ്പോൾ പിന്നെ ബ്ലൂ ഞാൻ വേണ്ട വേണ്ട വേണ്ട, എന്നോട് അടുക്കരുത് എന്ന് പറഞ്ഞ പോലെയായി. എൻ്റെ ബാഗിലോട്ട് ബ്ലൂ കളർ ഉണ്ടെങ്കിലും എനിക്ക് എന്തോ ഒരു 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 എന്തോ ഒരു മാച്ചിങ് ഇല്ല. മാച്ചാണെങ്കിലും കുറേ അധികം കളർ ഇല്ലായിരുന്നു അതിമേലൊരു ബ്ലൂ, കുറച്ചൊക്കെ അത്യാവശ്യത്തിനുള്ളായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ഒരു ബോട്ടിൽ കണ്ടെത്തി. അപ്പോൾ ഇത് 2 വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വെച്ചോട് പറയട്ടോ, ഈ ഒരു കൂട്ടാം അല്ലെങ്കിൽ സ്നാക്സ് ബോക്സ്. അപ്പം വെച്ച് പറഞ്ഞു 1 മതി പറഞ്ഞേ. അങ്ങനെ പിന്നെ ഇവിടുത്തെ ഓരോ സംഭവങ്ങൾ നോക്കിയിരിക്കുകയാണ്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ വാട്ടർ ബോട്ടിൽസ്, ടിഫിൻ ബോക്സസ്, ബോക്സ്, പൗച്ച് അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഈ സൈഡിൽ ഡയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് കേട്ടോ ഡയറിയൊക്കെ മേടിച്ചിട്ടുണ്ടോ. ഒരുപാട് ഡ്രോയിങ് ബുക്സ് ആയാലും ഡയറീസ് ആയാലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ പൗച്ചിൻ്റെ ഭാഗത്തേക്ക് പോയി ഓരോ പൗച്ച് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ.
അങ്ങനെ ഞാൻ ഓരോ പൗച്ചുകൾ ബാർബീസിൻ്റെയും അങ്ങനെ സ്പൈഡർമാൻ്റെയും ബാറ്റ്മാൻ അങ്ങനെ 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 ഓരോ തീമുള്ളതൊക്കെ ഞാൻ കണ്ടില്ല. ബോബുവിൻ്റെയും സാധാ പുറത്ത് അങ്ങനത്തെ പൗച്ചസും അങ്ങനെ അങ്ങനെ ഒരുപാട് ഞാൻ കണ്ടു ഗൈസ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബോക്സസാളും ഉണ്ട് കേട്ടോ ഇവിടെ. ഫുൾ ബോക്സും പൗച്ചൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് പൗച്ച് മേടിച്ചിട്ടില്ല കേട്ടോ, കാരണം എൻ്റെ മാമൻ എനിക്ക് കൊടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മോനത് കൊടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ മതിലിൽ വെച്ചിട്ട് അത് ഞാൻ എടുത്തില്ല. അവിടുത്തത് കുറച്ചൊക്കെ നോക്കി. പിന്നെ ഫൈനലി എനിക്ക് വേണ്ട ബോട്ടിൽസ് കിട്ടി ഗൈസ്. ഈ പിങ്കോ അല്ലെങ്കിൽ ആ ഒരു വയലറ്റോ എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ ഞാൻ നിന്നുകൊണ്ട് നിൽക്കുകയാണ്. ഒന്നെങ്കിൽ പിങ്ക് ഒന്നേൽ വയലറ്റ് എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ നോക്കി പിങ്കും വയലറ്റൊക്കെ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഈ ഒരു വയലറ്റാണ് ഗൈസ് എടുത്തത്. എങ്ങനെയുണ്ട്? പിന്നെ ഇവിടെ ഒരുപാട് ടെഡി ബിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ നമുക്ക് എന്തിനാണ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൽ ടെഡി ബിയേഴ്സ് ഗൈസ്? ടെഡി ബിയേഴ്സിൻ്റെ ഒരു ആവശ്യവുമില്ല. അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി. ഇവിടുന്ന് ഓരോ പെൻസിൽ ബോക്സസും ജോമെട്രി ബോക്സും പെൻസിൽ എറേസറും ഷാർപ്പ്നറും സ്കെയിലും പിന്നെ ഇവിടെ പൈപ്പ് ക്ലീനേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ പെന്നിൻ്റെ ബോക്സും അങ്ങനെ അങ്ങനെ ഓരോന്ന് നോക്കി നിന്നു. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ഏകദേശമൊക്കെ ഷോപ്പിങ്ങിനുള്ള ബാഗും സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇനി നോട്ട് പുസ്തകം പൊതി അങ്ങനത്തെ സംഭവങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തിനും ഞാൻ അങ്ങനെ മുകളിലോട്ട് ഓടണത് മനസ്സിലായോ? ഓ, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓടിയതാണ്. അപ്പോൾ എൻ്റെ നിഷ്കളങ്കമായ നല്ല മനസ്സ് നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? ഇതാണ് ഞാൻ. പിന്നെ ഞാൻ കുറച്ച് നോട്ട് ബുക്സൊക്കെ മേടിച്ചു, പിന്നെ പൊതി മേടിച്ചു, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചു സ്കൂൾക്ക് ആവശ്യമായ. അപ്പോൾ എൻ്റെ ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് അവസാനിച്ചിട്ടില്ല. ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞു ഗൈസ്. നമ്മളെ പുസ്തകവും കാര്യങ്ങളൊക്കെ മേടിച്ചത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇവരുടെ തന്നെ കടയായ ഫുഡ് വെയറിലോട്ടാട്ടോ പോയത്. നമ്മളെ ഷൂസും അതുപോലെ തന്നെ ചെരുപ്പും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കൂൾ ഷൂസാണ് ഞാൻ ബാക്ക് ടു സ്കൂളിലോട്ട് മേടിക്കുന്നത്. പിന്നെ ഇമ്മ അഥവാ എൻ്റെ മെച്ചിൻ്റെ അമ്മ പറഞ്ഞു നമുക്ക് ചെരുപ്പ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്കൊരു ചെരുപ്പ് മേടിച്ചിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മെസ്സി സ്കൂളിൻ്റെ സംഭവങ്ങളൊക്കെ മേടിച്ചു തന്നു. പിന്നെ ഞാനിപ്പോൾ സ്കൂൾ ഷൂസ് ഇട്ട് നോക്കുകയാണ് ഗൈസ്. എനിക്ക് ചെരുപ്പൊക്കെ മേടിച്ചു തന്നു. അത് നമ്മളെ LSS കിട്ടിയതിനുള്ള ഗിഫ്റ്റായിട്ടൊക്കെയാണ് ഇമ്മാൻ്റെ പനൊക്കെ പകലുള്ള ചെരുപ്പും ഷൂസൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം അത് LSS കിട്ടിയതിന് ശേഷമായിട്ട് ഞാൻ ഷോപ്പിങ്ങിനൊക്കെ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ ഷൂസും ചെരുപ്പും ഉമ്മാൻ്റെ ബഗ മെച്ചിൻ്റെ ബഗ സ്വർണ്ണ പൾസർ അങ്ങനെയൊക്കെ. അതിൻ്റെ കാലിലുണ്ട് കണ്ടോ? അത് തന്നെ. അപ്പോൾ അതൊക്കെയാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ ഞാനൊരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഈ ഒരു ചെരുപ്പ് ഞാൻ ഉറപ്പിച്ചു. എൻ്റെ സൈസിലുള്ള സ്കൂൾ ഷൂസും ഞാൻ ഉറപ്പിച്ചു ഗൈസ്. അങ്ങനെ നമ്മളെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ സ്കൂൾ ഷോപ്പിംഗ് ചെയ്തോന്ന് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും. Thanks for watching. Don't forget to subscribe.